എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഒരു ഈദ് ഡ്രസ് ഹോളാണ്. നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ 3 പേരും, ഞാനും ഉമ്മയും ഉപ്പയൊക്കെ എടുത്തിരിക്കുന്നത് വൈറ്റ് കളർ ഡ്രസ്സാണ് കേട്ടോ. അത് നല്ല രസമായിരിക്കുമല്ലോ, നമ്മൾ 3 പേരൊക്കെ വൈറ്റ് ഒക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ലുക്കൊക്കെ ആയിരിക്കും. പിന്നെങ്കിൽ കുറച്ച് കളറുള്ളത് എൻ്റെ ഡ്രസ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പോയത് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയത് ഇവിടെ ഷാർജ റോള മാളിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഷോപ്പിലാണ്. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, ഏതാണ് ഭംഗി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ ഒരു ഡ്രസ്സാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്നതും ഈ ഡ്രസ്സാണ്. അപ്പോൾ എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ആ ഒരു ഷോപ്പിൽ എല്ലാവരും നോക്കി വെച്ച ഈ ഒരു ഡ്രസ്സായിരുന്നു. അടിപൊളി നല്ല കളറാണ്, വൈറ്റും ആ ഒരു പ്രത്യേക ഒരു പേസ്റ്റൽ ഗ്രീനൊക്കെ വന്നിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ല കേട്ടോ ആ ഒരു പാൻറ്റ്, അത് സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഷോളും അങ്ങനെ സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഞാൻ ഒരു എക്സാക്റ്റ് അങ്ങനെ വൈറ്റ് എടുക്കാനോ ആ ഗ്രീൻ എടുക്കാനോ നിന്നില്ല. കുറച്ചും കൂടി പേസ്റ്റലായിട്ട് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു കളറും കൂടി എടുത്ത്. പിന്നെ ബെൽറ്റ് അതിലുണ്ടായിരുന്നില്ല, അത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. പിന്നെ ഒരു ക്യാപ്പും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഒരു സ്റ്റൈലൊക്കെ കൊണ്ടുവരാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. ലാസ്റ്റ് ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ സെറ്റാക്കണം. പിന്നെ നമ്മൾ കുറച്ച് വേറെ ഇങ്ങനെ കുറച്ച് ബുഷ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബുഷ്, പിന്നെ കുറച്ച് ക്ലിപ്പ്. എനിക്ക് കൂടുതൽ വേണ്ടത് ഈ ഒരു ക്രാബാണ്. എനിക്കെപ്പോഴും യൂസ് ചെയ്യേണ്ടത് ആ ഒരു ക്രാബാണ്. എപ്പോഴും പൊട്ടിപ്പോകുന്നതും അതാണ്. അതുകൊണ്ട് അത് കുറച്ച് ഒരു 4 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ മെഹന്തി വാങ്ങിയിട്ടുണ്ട്. ഉമ്മാക്ക് ഇപ്രാവശ്യം മൈലാഞ്ചൊക്കെ ഇടുന്നതുകൊണ്ട് ഭയങ്കര ആഗ്രഹമാണ്, ഭയങ്കര നിർബന്ധമാണ് ഗൈസ്. അതുകൊണ്ട് ഒരു മെഹന്തി വാങ്ങി. പിന്നെ 2 ഇയറിങ്സ് വാങ്ങിയിട്ടോ. അപ്പോൾ ഇതിൽ ഏത് ഇയറിങ്സ് ആണ് എൻ്റെ ഡ്രസ്സിന് ചേരുന്നതെന്ന് നിങ്ങൾ പറയാം. അപ്പോൾ അത് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. പിന്നെ വളയുണ്ട് കേട്ടോ. ഇത് എൻ്റെയല്ല, ഉമ്മാൻ്റെയാണ്. ഈ ഒരു വളയും പിന്നെ ഈ ഒരു കമ്മലും ഉമ്മാക്കാണ്. ഞാൻ ഓൾറെഡി അതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ കമ്മൽ മാലയൊന്നും ഇങ്ങനെ എനിക്ക് അധികം ഇങ്ങനെ ഇഷ്ടമൊന്നുമല്ല. എന്നാലും എവിടെയെങ്കിലും പ്രത്യേകം എവിടെയെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇടാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു ഡ്രസ്സിന് അങ്ങനെ വേണമെന്ന് ഇങ്ങനെ തോന്നിയില്ല, അതുകൊണ്ട് അങ്ങനെ വാങ്ങിയില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി 2 പുതിയ ഒരു കമ്മൽ ഇരിപ്പുണ്ട്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഈ ഒരു ഡ്രസ്സിന് ഏത് കമ്മലായിരിക്കും ചേരുന്നതെന്ന്. പിന്നെ ഈ ഒരു ഷൂ വാങ്ങിയിട്ടോ. ഈ ഷൂ ഞാൻ കുറേ അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് കിട്ടിയൊരു ഷൂ ആണ്. വൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ സെയിം എക്സാക്റ്റ് എൻ്റെ ഡ്രസ്സിൻ്റെ കളർ കിട്ടി. സോ അങ്ങനെ എടുത്തു. ഇനി ഉമ്മാൻ്റെ ഐറ്റംസ് ഒക്കെ കാണട്ടോ. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഉമ്മാക്കൊരു വള എടുത്തിട്ടുണ്ട്, പിന്നെ കമ്മൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഉമ്മാൻ്റെ ഡ്രസ്സും നമ്മുടെ എല്ലാവരുടെ ഡ്രസ്സും ഒറ്റൊരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ ഉമ്മാക്ക് ഇപ്രാവശ്യം വൈറ്റാണ് എടുത്തിരിക്കുന്നത്. ഉമ്മ ആദ്യമായിട്ടാണ് വൈറ്റ് ചുരിദാറൊക്കെ എടുക്കുന്നത്. നല്ല അടിപൊളി ചുരിദാറായിട്ട് ഉമ്മാക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഷൂ എടുത്തു. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഷൂ സെയിം ആട്ടോ, കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മളങ്ങനെ സെയിം എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഉപ്പാക്ക് ഇപ്രാവശ്യം ജുബയാണ്, വൈറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു പ്ലെയിൻ ടൈപ്പ് അല്ല, നല്ലൊരു എന്താ പറയുക, ഒരു ഡിസൈനൊക്കെ ഉള്ളൊരു അടിപൊളി ജുബയാണ്. പിന്നെ ഒരു ജീൻസ് എടുത്തിട്ടുണ്ട്. ആ ജുബയ്ക്ക് ചേരുന്നൊരു ജീൻസാണ് എടുത്തിരിക്കുന്നത്. നല്ല കളറാണ്. പിന്നെ ഒരു ഷൂ എടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഷൂവിനേക്കാളും അടിപൊളി ഷൂ ആണ് ഉപ്പാക്ക് ഇട്ടിരിക്കുന്നത് ഇപ്രാവശ്യം. നല്ല കളറാണ്, ഒരു പ്രത്യേക ഒരു കളറാണ്, നല്ലൊരു റെയർ കളറാണ്. എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇതിനേക്കാളും കുറച്ചും കൂടി നല്ല രസമാണ് കേട്ടോ. എന്താ പറയുക, ഇതിൻ്റെ മെറ്റീരിയലും നല്ല അടിപൊളി മെറ്റീരിയലാണ്. പിന്നെ ഉപ്പാക്കൊരു വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഓൾറെഡി ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പെരുന്നാളിന് ഇടാൻ പോകുന്ന ഡ്രസ്സും ഷൂസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ എന്തായാലും ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിലേത് ഇയറിങ്സ് ആയിരിക്കും കുറച്ചും കൂടി ഇട്ടാൽ ബെറ്റർ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് ഇടാം കേട്ടോ. പിന്നെ ഒന്നുമില്ല, എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു ഈദിൻ്റെ ഡ്രസ് ഹോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ടാറ്റാ.